മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ ഇസ്രായേലിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. നമുക്കത് വീണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആ എപ്പിസോഡുകൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്രായേലിൽ മുഴുവൻ അനുതാപത്തോടുകൂടി കണ്ണുനീരോടെയും തിരിച്ചു വരുന്ന ഒരനുഭവം സക്കറിയ പ്രവചനം 12, 13 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരും തിരിച്ച് വരികയും അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി, അന്ന് ജീവനോടിരിക്കുന്നവരെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തി അവരെ 1000 ആണ്ടിലേക്ക് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന കാണും. എന്നാൽ അത് അവരെ ന്യായം വിധിക്കുന്നതിൻ്റെ പറഞ്ഞത് വിൽഡർനെസ്, കാരണം ഇസ്രായേൽ മക്കളെല്ലാം നേരത്തെ തന്നെ മരുഭൂമിയുള്ള ന്യായവിധിയായിരുന്നല്ലോ ഉള്ളത്. അതുകൊണ്ട് ജാതികളുടെ മരുഭൂമിയിൽ അവരെ ന്യായം വിധിക്കുമെന്ന് ഉള്ള ചിന്തയാണ് അവിടെ വരുന്നത്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. അവിടെ അവരെ ന്യായം വിധിക്കും എന്ന് മാത്രം നമുക്കറിയാം. മത്തായി 25 അധ്യായത്തിലെ തേജസ്സിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് ഉള്ളൊരു റഫറൻസ് വരുന്നുണ്ട്. അവിടെ ഒരു ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ജാതികളുടെ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് വരുന്നത് യഹോശാഫത്ത് താഴ്വരയിലായിരിക്കും ജാതികളുടെ ന്യായവിധി നടത്തുന്നതെന്ന് യോവേൽ പ്രവചനം 3:1, 2 വാക്യങ്ങളിൽ പറയുന്നു. യഹോശാഫത്തിൻ്റെ അർത്ഥം തന്നെ യഹോവ ന്യായം വിധിക്കും എന്നുള്ളതാണ്. ഈ താഴ്വരയെക്കുറിച്ച് 2 ദിനവൃത്താന്തം 20:26 പറയുന്നുണ്ട്. അതുകൊണ്ട് ഒലിവുമലയിൽ യേശുക്രിസ്തു ഒലിവുമലയിൽ വരുമ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്ന് ഒരു വലിയ താഴ്വരയായി തീരും എന്ന് പറയുന്നു. ആ ഒരു താഴ്വരയുടെ സൈഡിലായിട്ട് ഈ യഹോശാഫത്ത് എന്ന് പറയുന്ന ഒരു താഴ്വര, ജാതികളുടെ ന്യായവിധി നടത്തുന്ന താഴ്വര ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഇന്ന് വായിക്കുന്ന ഈ ഭാഗം ഒരുപാട് പേർക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക്കായിട്ട് ഈ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൻ്റെ 31 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ തേജസ്സോട് സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. അവൻ ജാതികളെ അവിടെ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു; ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാൻ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലായി എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന ഉത്തരം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോവുകയും, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല; അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല; നഗ്നരായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല; രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളിച്ചെയ്യും. അതിനവൻ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എനിക്കാവുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമാക്കും. അവർ നിത്യനിലയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഇത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് മറന്നുപോകരുത്. കാരണം ഇവിടെ ആദ്യം തുടങ്ങുന്നത് തന്നെ മനുഷ്യപുത്രൻ തന്നെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ, ഇവിടെ വീണ്ടും പറയുന്നു, മനുഷ്യപുത്രൻ തേജസ്സിൽ
സകല വിശുദ്ധന്മാരുമായി വരും. അതിനൊരു വലിയ പ്രൂഫാണ്. ഒലിവുമലയിൽ വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ വിശുദ്ധന്മാർ കാണുമെന്നുള്ളതിനൊരു തെളിവാണ്. സകല വിശുദ്ധന്മാർ ഉണ്ടാവും. ഓക്കെ, അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. ഒരു തേജസ്സിൻ്റെ സിംഹാസനത്തിലുള്ള ഒരു ന്യായവിധിയാണ് ഇത് പറയുന്നത്. നേരത്തെ അത് പറഞ്ഞു, തേജസ്സിൻ്റെ സിംഹാസനം യഹോശാഫത്ത് താഴ്വരയിൽ നടക്കുന്ന ന്യായവിധിയാണ്. അതിന് ഇതിനകത്ത് ഉള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ സഹായിച്ചു, വിശന്നു ഭക്ഷിപ്പാൻ കൊടുത്തു, ദാഹിച്ചു കുടിപ്പാൻ കൊടുത്തു, അതിഥിയായിരുന്നു ചേർത്ത് കൊണ്ടു, രോഗിയായിരുന്നു അവരെ വന്നു കണ്ടു, തടവിലായിരുന്നു അവരെ കണ്ട്, നഗ്നരായിരുന്നു ഉടുപ്പിച്ചു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കാര്യം കൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം കൊടുത്തു. ഇന്നെടുത്ത് നിന്ന് തെറ്റായിട്ട് പഠിപ്പിക്കുന്ന മിക്കവാറും ഒരുപാട് ക്രിസ്തീയ സഭകൾ തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പാവങ്ങളെ സഹായിച്ചാൽ, രോഗികളെ പോയി കണ്ടാൽ, നമ്മൾ ഭക്ഷണം കൊടുക്കുക, കുടിക്കാൻ കൊടുക്കുക, വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുക, പൈസ കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ പോവും എന്നുള്ളൊരു പഠിപ്പിക്കൽ ഇന്ന് അനേക സഭകളിലുണ്ട്. പ്രത്യേകിച്ചും ഈ സഭകളായിട്ട് ഏതെങ്കിലുമൊക്കെ ഡേറ്റുകളിൽ ചില ആചാരങ്ങളുണ്ടല്ലോ, അവർ ഇങ്ങനെ ഈ ദിവസം അവരങ്ങനെ ചിന്തിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം പാവങ്ങളെ ആചരിക്കുന്നതിന് ഇതെടുത്തിട്ട് ഈ ഭാഗത്തെക്കുറിച്ച് പഠിപ്പിക്കും. ശരിക്കും ഇവിടെ നടന്ന എന്താണ് നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം നടക്കുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ അന്ത്യകാലഘട്ടങ്ങളിൽ യഹൂദനെ സഹായിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ സമയത്ത് കർത്താവ് തൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ വരുമ്പോൾ ഇവിടെ വിശ്വാസികളായിട്ടുള്ളവരെല്ലാം അവൻ്റെ കൂടെ ഉണ്ട്, സകല വിശുദ്ധന്മാരും. ഇവിടെ ഉള്ള ആരാ അന്നേരം? ഇവിടെ ഉള്ളവർ ജാതികളായിട്ടുള്ളവർ, കർത്താവിനെ അറിയാത്തവർ, യഹൂദന്മാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവിടെ ഉള്ളത്. അവർ പലരും ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്ത് മരിച്ചു പോയിട്ടുള്ളതും മരിക്കാത്ത കുറേ പേര് ഇവിടെ ജീവനോട് ഇരിപ്പുണ്ട്. അവരാണ് ഇവിടെ ഉള്ളത്. അവർ ആണ് ഇവിടെ ന്യായം വിധിക്കുന്നത്. അവരെന്താ ചെയ്ത നല്ല പ്രവൃത്തികൾ? ജാതികൾ എന്താ ചെയ്ത്? സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. 32 യഹൂദനെ കൂട്ടുമെന്നല്ല പറഞ്ഞു, യഹൂദനും ഉണ്ട് ഇവിടെ. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ ജാതി ചെയ്ത കാര്യം എന്താണ്? എന്താണെന്ന് ചോദിച്ചാൽ 40-ാം വാക്യത്തിൽ രാജാവ് പറയുന്നുണ്ട് ഈ ജാതികൾ എന്താ ചെയ്തെന്ന്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തു. എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സഹോദരന്മാരാരാണ്? യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് ജഡത്തിലെ സഹോദരന്മാരാണ്. യഹൂദ ഗോത്രത്തിലും മറ്റുള്ള യാക്കോബിൻ്റെ മക്കളും ആയിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ളവരെയാണ് യേശുവിൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. യേശു മറ്റുള്ളവരെ സഹോദരൻ എന്ന് വിളിച്ചത് എന്നാണ്? യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് മറ്റുള്ളവരെ സഹോദരൻ എന്ന് വിളിച്ചത്. ശിഷ്യന്മാരെ പോലും സ്നേഹിതന്മാരെന്നേ വിളിച്ചിട്ടുള്ളൂ, സഹോദരന്മാരെന്ന് വിളിച്ചിട്ടില്ല. യേശു സഹോദരന്മാരെന്ന് വിളിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു ക്രിസ്തു സഹോദരന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനത്തിലുണ്ട്. എന്നുവെച്ചാൽ എങ്ങനെയാണ്? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ സഹോദരങ്ങളായിട്ടാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റത്. അത് വലിയൊരു മർമ്മമാണ്. ആദ്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവരെയാണ് കാന്തയായിട്ട് എടുക്കപ്പെട്ടത്. അവരാണ് സഹോദരങ്ങളായി വന്നത്. എന്നാൽ ഇവിടെ പറയുന്ന സഹോദരങ്ങൾ അതല്ല. ഇവിടെ പറയുന്ന സഹോദരങ്ങൾ എന്ന് പറയുന്നത് ജഡത്തിലെ സഹോദരങ്ങളാണ്. അവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണ സമയത്ത് ഇവർ സ്കാറ്റേർഡായിപ്പോയി. എങ്ങോട്ടാണ്? യഹൂദന്മാർ പല നിയർ ബൈ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ സ്കാറ്റേർഡായിപ്പോയി. ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, സൗദി അറേബ്യയിലേക്ക്, UAE അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. അല്ലാതെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യഹൂദന്മാരുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മൃഗത്തിൻ്റെ മുദ്രയെ വണങ്ങാതെയും അവൻ്റെ മുദ്ര നെറ്റിയിലേൽക്കാതെയും അവൻ്റെ ബിംബത്തെ ആരാധിക്കാതെയും ഒക്കെ ചെയ്തിരുന്ന ആളുകളെ ആ സമയത്ത് തടവിലാക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്തപ്പോഴേ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത കുറേ ജാതികളുണ്ട്. അവർക്ക് വിളിച്ചിട്ട് ഇവിടെ പ്രതിഫലം കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് പ്രതിഫലമുണ്ട്. അന്ന് അവർ മാത്രവുമല്ല, ഇത് ചെയ്യാതെ ഇരുന്ന വിശുദ്ധന്മാർ, അവരെല്ലാം വിശുദ്ധന്മാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർ മാത്രമല്ല,
ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്ന ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത് ആൻറ്റിക്രൈസ്റ്റ് ആണെന്നും ഇത് കർത്താവിനെതിരായിട്ടുള്ള ഭരണമാണെന്നും മനസ്സിലാക്കി അതിൽ വകവയ്ക്കാതെ അതിനോട് റെസ്റ്റ് ചെയ്തിരുന്ന വിശ്വാസികളെയും സഹായിച്ചവരെയും ആ നാളിൽ ദൈവം കോലാടുകളെപ്പോലും ചെമ്മരിയാടുകളെ പോലെയും തിരിക്കുന്ന സമയത്ത് എൻ്റെ വലത്തുള്ളവരെ നിങ്ങൾ വന്ന് 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ 34 വാക്യം, വരുവീൻ, ലോകസ്ഥാപനം മുമ്പിൽ നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുക. പ്രത്യേകം നോട്ട് ചെയ്യണം, ഈ വരുന്നവരാരും തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല. വീണ്ടും ഒന്നും കൂടെ ഞാനത് പറയാം. ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരും തന്നെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല. അവർ യഹൂദനെ സഹായിച്ചു എന്നുള്ള ഒറ്റയൊരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചില ദൈവമക്കളായിട്ടുള്ളവരെ സഹായിച്ചു എന്നുള്ളൊരു കണ്ടീഷനിൽ, അവരെല്ലാം ചില ദൈവമക്കളെല്ലാം ചിലപ്പോൾ മാർട്ട് ചെയ്ത് കാണും, അവരെ കൊന്നു കാണും, ശിരച്ഛേദം ചെയ്തോ അല്ലാതെ അവർ കൊന്നു കാണും, അവിടെ ആത്മാക്കളൊക്കെ അങ്ങ് ഉയരത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിച്ചു എന്നുള്ള കാരണത്താൽ അവരെ ദൈവം ന്യായം വിധിച്ച് 1000 ആണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തേജസ്സിൻ്റെ സിംഹാസനം, ജാതികളുടെ ന്യായവിധി എന്ന് പറയുമ്പോൾ ഇവിടെ കോലാടുകളെ നിത്യാഗ്നിക്കും ചെമ്മരിയാടുകളെ സഹസ്രാബ്ദ രാജ്യത്തിലേക്കും പ്രവേശിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ കർത്താവിൻ്റെ മക്കളെ സഹായിക്കുകയും ഇസ്രായേലിയർക്ക് ഭക്ഷണവും വസ്ത്രവും അഭയവും ഒക്കെ നൽകിയവരെ അവരെ ആധാരമാക്കി കർത്താവോടെ ന്യായം വിധിച്ച് അവരെ കയറ്റുന്ന ഒരു കാര്യമാണുള്ളത്. അതുകൊണ്ട് ഇന്ന് സഭകളിൽ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളുണ്ട് എങ്കിൽ ദയവ് നിങ്ങളത് മനസ്സിലാക്കണം. ആളുകൾക്ക് വിശന്ന് ഭക്ഷിപ്പാൻ കൊടുക്കേണ്ട ആവശ്യമാണ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കേണ്ട ആവശ്യമാണ്, അതിഥിയായി സൽക്കരിക്കേണ്ട ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമാണ്, ഇന്നും ആവശ്യമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. അത് സൽപ്രവൃത്തികളിലേക്ക് വരും, അതിനും റിവാർഡുണ്ട്. അത് ബീമാ കോട്ടിലുള്ള റിവാർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചു കാണും. മറ്റുള്ളവരെ സഹായിക്കുകയും നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തീയിൽ കൂടി ശോധന ചെയ്യുമ്പോഴേ അതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു, നിങ്ങളത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അത് വരും, ബീമാ കോട്ടിൽ വരും. അതിന് നിങ്ങൾക്ക് പ്രതിഫലങ്ങളുണ്ട്. അത് വേറെ പ്രതിഫലമാണ്, ഈ പറയുന്ന പ്രതിഫലമല്ല. ഇവിടെ ആരുമില്ല, വിശുദ്ധന്മാരാരുമില്ല. വിശുദ്ധന്മാർ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആരും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ തേജസ്സോട് വിശുദ്ധന്മാരുമായി വരുമ്പോഴേ ഉള്ള സിംഹാസനമാണ് തേജസ്സിൻ്റെ സിംഹാസനം. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്നതിൽ ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ തിരുത്തണമേ എന്ന് ഞാൻ വീണ്ടും പറയാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഒറ്റ ഒരു കാര്യം മാത്രമാണ്, തേജസ്സിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് മാത്രമാണ് പറയാൻ ആഗ്രഹിച്ചത്. അത് യഹോശാഫത്ത് താഴ്വരയിലാണെന്ന് പറഞ്ഞു. അത് കർത്താവ് വന്ന് തേജസ്സോട് വരുമ്പോൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അത് വിശുദ്ധന്മാരുമായി വരുമ്പോൾ ചെയ്യുന്നതാണ്. അതെന്താണ് ചെയ്യുന്നത് പറഞ്ഞു. യഹൂദന്മാരെ സഹായിക്കുകയും ദൈവത്തിൻ്റെ മക്കളെ സഹായിക്കുകയും ചെയ്തൊക്കെയുള്ള റിവാർഡാണ്. അവരെ ജീവനോടിരിക്കുന്നവരെ ന്യായം വിധിച്ച് 1000 ആണ്ടിലേക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതാണ് അതിനകത്ത്. നമ്മൾ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. തീർച്ചയായും ഇതെന്ത് ചിന്തകളെ നമുക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടർന്നും ഈ ന്യായവിധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനിയും ഒരു ന്യായാസനമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞു. അതിനിയും പറയാൻ പോകുന്നത് നമ്മുടെ വെള്ള സിംഹാസനമാണ്. അത് ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയാണ്. അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതെല്ലാം തുടർമാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇത് നമ്മുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും തെറ്റായിട്ട് പഠിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ മാറ്റിക്കളവാനും ഒക്കെ അത് ഇടവരും. ഞാൻ ബൈബിളിൽ നിന്നുള്ള റെഫറൻസ് വെച്ചും ബൈബിളിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു സഭയുടെയോ ഒരു ചർച്ചിൻ്റെയോ ഒരു ഡിനോമിനേഷൻ്റെയോ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത്. ബൈബിളിൽ എന്താണ് പറയുന്നതിൻ്റെ ആ റെഫറൻസ് വെച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് പ്രയോജനമായെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് ഞങ്ങൾക്ക് പ്രയോജനമായി തീരും, പ്രാർത്ഥിക്കാനും പ്രയോജനമായി തീരും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ അതിനകത്തുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതികളുടെ ന്യായവിധിയെക്കുറിച്ചാണ് ഞങ്ങൾ കേട്ടത്. ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരവിങ്കൽ കഴിഞ്ഞതിന് ശേഷം ജീവിച്ചിരിക്കുന്ന ജാതികളെ ന്യായം വിധിച്ച് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ന്യായം വിധിച്ച് 1000 ആണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യമാണല്ലോ കേട്ടത്. കർത്താവെ, ദുഷ്ടന്മാരെ, കർത്താവെ, അവരെ സഹായിക്കാതിരുന്നവരെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുകയും അല്ലാത്തവരെ എന്നേക്കുമായിട്ട് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. ദൈവമേ, നീ നീതിയുള്ള ദൈവമാണ്, നീ നീതിയുള്ള ന്യായാധിപതിയാണ്. തക്ക സമയത്ത് അതനുസരിച്ച് നീ ചെയ്യുന്ന ദൈവമായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് പലർക്കും, കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇന്നും പല കാര്യങ്ങളെ മുടങ്ങി ന്യായം കിട്ടാതെ മുടങ്ങിയിരിക്കുന്നവരെ ഈ സമയത്ത് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്ന ചില ആളുകളുണ്ടല്ലോ കർത്താവെ, അവരെ പ്രത്യേകിച്ച് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ നീതിയുള്ള ന്യായവിധിയാണെന്ന് ഞങ്ങൾക്ക് ന്യായം ചെയ്യുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളെ പിശാച് തടസ്സപ്പെടുത്തി ചില ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ ചില ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ചില പേപ്പറുകൾ ഒക്കെ കിട്ടാനായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് കാണിച്ചു തരുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ റിലീസ് ആ ഭവനങ്ങളുണ്ടാവട്ടെ, തടഞ്ഞിരിക്കുന്നതൊക്കെ റിലീസ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയുമായിട്ട് ഉള്ള തരംതിരിക്കലിൻ്റെ പ്രശ്നമാണെങ്കിലും, അതുപോലെ കർത്താവെ, വീട് വെക്കുന്നതിനുള്ള പെർമിഷൻ്റെ കാര്യങ്ങളാണെങ്കിലും, അതുപോലെ ചില കർത്താവെ പെർമിഷൻസ് തടസ്സപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് വലിയൊരു റിലീസ് നിങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ വന്നു ചേരും എന്ന് പറയുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം കർത്താവെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.